സാറിൻ്റെ എല്ലാം പിന്നെ ഇത് ഞാൻ കേൾക്കുന്നുണ്ട്. അതിനിടയ്ക്ക് കുറേ സഹോദരിമാർ പറയുന്ന ചില കാര്യങ്ങൾ കാരണം നമ്മുടെ നമ്മുടെ കാര്യങ്ങളൊക്കെ മംഗളമായിട്ട് കർത്താവ് നടത്തുന്നുണ്ടല്ലോ. പിന്നെ ഈ ടിനുവിൻ്റെ കാര്യങ്ങളും അതുപോലെ ഒത്തിരി കള്ളന്മാരുണ്ട് സാറേ. എൻ്റെ പൊന്ന് സാറേ, എൻ്റെ ഈ ഡാനിയേൽ ഷവമ്മയുടെ കുറിച്ചൊക്കെ ഒരു ഇത് ഇന്നലെ കേട്ട്. ഡാനിയേൽ മഹാകള്ളനെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വാസി വന്നപ്പോൾ ഞാൻ ഈ വിഗ്രഹങ്ങളെയൊക്കെ സേവിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ 2000-ലെ കർത്താവിനെ അറിയാൻ ഇറങ്ങിയത്. പക്ഷേ അന്ന് ഈ 1-ാം ക്ലാസ്സിലായതേ ഉള്ളൂ. ഈ 1-ാം ക്ലാസ്സിലായ സമയത്ത് ഈ ഇളമ്പൽ പിന്നെ പൈനാപ്പിളിൻ്റെ അവിടെ ഒരു ഓഡിറ്റോറിയത്തിനകത്ത് ബുക്ക് ചെയ്തിട്ട് ഈ സിനിമാക്കാരും നാടകക്കാരും വരുന്നത് പോലെ ഇവന്മാർ വന്നിട്ട് ഒരു വലിയ ടാറ്റാ സുമയ്ക്കകത്ത് ഇങ്ങോട്ട് വന്നിറങ്ങി കുറേ പെട്ടികളും ബാഗും എല്ലാം കൊണ്ടിറക്കി. അപ്പം ഞാൻ വിചാരിച്ച് എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ ഈ 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർക്ക് എന്തോ അറിയാനാണ്. അപ്പോൾ അതുപോലെ ഞാൻ വിചാരിച്ച് ഈ പെട്ടിക്കകത്തൊക്കെ കൊണ്ടുവന്നത് ഈ വന്ന വിശ്വാസികൾക്കെല്ലാം കൊടുക്കുക ഫുഡ് വല്ലതും ആയിരിക്കും. ഇച്ചിരി കഴിഞ്ഞപ്പം കാണാൻ എല്ലാവരുടെ കയ്യിൽ ഓരോ കവറങ്ങ് കൊടുത്തു. എല്ലാവരോടും പറഞ്ഞ് നിങ്ങളെല്ലാവരും ഏറ്റവും വലുതിനകത്തിട്ടേക്കെ. എല്ലാവരും പേസും ബാഗും തുറന്നു. കൊച്ചമ്മമാരെല്ലാം വലിയ അച്ചായനും അമ്മാമ്മമാരും ഒക്കെ പഴയ പിന്നെ ഡോക്ടേഴ്സൊക്കെ. ഞാൻ 1-ാം ക്ലാസ്സിലല്ലേ, ഡോക്ടർമാരെല്ലാം വന്ന് ഏറ്റവും വലിയത് പെട്ടിക്കകത്തിരുന്നതെല്ലാം തട്ടി അങ്ങ് ഈ കവറിനകത്ത് ഇട്ട് കൊടുത്ത്. ഇച്ചിരി കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞ് ഇവന്മാരൊക്കെ പ്രസംഗമൊക്കെ കഴിഞ്ഞിട്ട് ഇതെല്ലാം വാരി പറക്കി ഈ ബാഗിനകത്തും പെട്ടിക്കകത്തും ആക്കി ആ ടാറ്റാ സുമയ്ക്കകത്ത് അങ്ങ് കൊണ്ടുപോയി. എൻ്റെ പൊന്ന് സാറേ, ഇത് അന്ന് പറഞ്ഞ അടൂരും ഉണ്ട് മീറ്റിംഗ്, നിങ്ങളെല്ലാവരും വരണം. എല്ലാം കൂടെ തേനീച്ച പോലെ പറഞ്ഞാൽ ഞാനും അന്ന് 1-ാം ക്ലാസ്സിൽ പഠിക്കുമല്ലോ, ഞാനും പോയി. അവിടെ ഇതേപോലെ കണ്ടത്. ഈ 2001 മുതൽ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട കാഴ്ച. ഈ 2001 മുതൽ 2024 ആയാലും ഈ 24 വർഷം കൊണ്ട് ഇവന്മാർ ഈ കരിയില വാരി കൂട്ടിയേക്കുന്നതിനാണ് കൂട്ടി വെച്ചിരിക്കുന്നത്. ഈ കുറേ സൗകര്യമാർ പറയുന്ന കേട്ടല്ലോ ഇവർ വീട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ പിന്നെ കൊട്ടാരക്കരയിലെ തിരുവിനെ കുറിച്ചൊക്കെ പറയുന്നത് അതുപോലല്ലേ ഈ ഡാനിയലിനെ കുറിച്ചും. അതുപോലല്ലേ താരും കീരും ഈ തങ്കും കുങ്കും ഇങ്ങനെ ഒത്തിരി അമ്മമാരില്ലേ ഈ കള്ള വചന കച്ചവടക്കാരന്മാർ ഇതുപോലെ ഈ കരിയില വാരി കൂട്ടുന്നത് പോലെ പാവങ്ങളുടെ എല്ലാം വാരി കൂട്ടി ഈ പണമെല്ലാം ഈ ആർക്കെങ്കിലും ഒന്ന് കൊടുക്കുന്നതിന് കുറേ സഹോദരന്മാരും കിടന്നത് ഓരോന്നൊക്കെ പറയുന്നല്ലോ. എന്തുവാ ഇവന്മാരുടെ അപ്പന്മാർ സമ്പാദിച്ചത്? അല്ല ഇവന്മാർ വേർത്തതാണോ ആർക്കെങ്കിലും ഒരു വീട് സഹായം കൊടുക്കുക? ഇത് കർത്താവും ബൈബിളുമായിട്ട് എന്താ ബന്ധമുള്ളത്? ദശാംശത്തെക്കുറിച്ച് പറയുന്നു. കർത്താവ് എന്താ പുതിയ നിയമത്തിനകത്ത്, പഴയ നിയമത്തിനകത്തുണ്ടായിരുന്നു. കർത്താവായ യേശുക്രിസ്തു ഭൂമി എന്താ പറയുക? ദശാംശം വല്ലതും ഉണ്ടോ? ദശാംശത്തിൻ്റെ കാര്യം ഇവർ മിണ്ടാൻ പാടില്ല ഉണ്ടോ? ആ പുതിയ നിയമത്തിൽ കർത്താവായ യേശുക്രിസ്തു മാർക്കോസിൻ്റെ സുവിശേഷം അതിൻ്റെ 12:41 കർത്താവ് ശ്രീഭണ്ഡാരത്തിലിരിക്കുമ്പോൾ ഒരു വിധവയായ സ്ത്രീ അവിടെ ഇല്ലായ്മയിൽ നിന്നൊരു ദരിദ്രയായി അവളൊരു 2 വെള്ളിക്കാശ് കൊണ്ടിട്ട് അതല്ലേ കർത്താവ് പ്രസാദിച്ചത്? അല്ലേ? ഇവന്മാരൊക്കെ ഈ വചനക്കച്ചവടം പറഞ്ഞ് ഈ തട്ടിപ്പും വെട്ടും കൊണ്ട് ഈ ജനങ്ങളെ മുഴുവനും മൊത്തം ജനങ്ങളെയും അവരുടെ കൈ കിടക്കുന്നതും അവരുടെ വാളെ കിടക്കുന്നതും അവരുടെ പോക്കറ്റിൽ കിടക്കുന്നതല്ലേ ഇവന്മാർ ചാക്കുപടി കൊണ്ടുപോയില്ലേ, കരിയിൽ വാരിക്കെട്ട് കൊണ്ടുപോയി. എൻ്റെ പൊന്ന് സാറേ, ഇവന്മാരെല്ലാം അടിച്ചകത്ത് കയറ്റി. കാരണം ഇനിയുള്ള തലമുറയെങ്കിലും ഇവന്മാരുടെ കളിപ്പീരിനകത്ത് പറ്റരുത്. അവരുടെ കാശ് കൊണ്ടുപോയി ഇവന്മാരുടെ പെണ്ണുങ്ങളും ചെറുക്കന്മാരും വലിയ പ്ലെയിനേലും ടാറ്റാ സുമയിലും കയറി വിലസല്ലേ. ഇനിയെങ്കിലും എങ്ങനെയെങ്കിലും ഇവന്മാരെ എല്ലാം അങ്ങ് അകത്ത് കയറ്റ. ഈ കൊള്ളക്കാരന്മാരെ, ഈ സംഘടനകളെയെല്ലാം, ഈ വചന കച്ചവടക്കാരന്മാരെ എല്ലാത്തിനും എൻ്റെ സാറ് നമ്മളെ സാറിൻ്റെ പ്രവർത്തനം വളരെ അനുഗ്രഹമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അത് കാരണം നമ്മൾ 2001 പറഞ്ഞത് 2021 നമ്മൾ തുടങ്ങിയ ആ വലിയ പരിശുദ്ധാത്മാവിൻ്റെ വലിയ സാന്നിധ്യവും ശക്തിയും ദൂതന്മാരും സ്വർഗപിതാവിൻ്റെ കൃപയും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹവും എല്ലാം സാറിനോട് കൂടെ ഉണ്ട്. ഇനി അത് ഡാനിയേൽ എന്നല്ല, ഈ കൊട്ടാരക്കരയുള്ള ആ ടിനുമൊക്കെ അതുപോലെ ഒരുപാട് കുമ്മിള് പൊങ്ങുന്നത് പോലെ ഒത്തിരി സഭകളുണ്ട്. ബന്ധുക്കോസായാലും ഗിന്തിക്കോസായാലും എന്ന് വേണ്ട, എല്ലാം കള്ളന്മാരും, ഒറ്റ എണ്ണമില്ല സത്യസന്ധമായിട്ടുള്ളത്. പൗലോസിനെ പോലെയും പത്രോസിനെ പോലെ യോഹന്നാനെ പോലെ അപ്പോസ്തലന്മാരിൽ നിന്ന് ഒന്നുമില്ല, എല്ലാം കള്ളന്മാരാ. ബൈബിൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇവന്മാരെയൊക്കെ നമുക്ക് നല്ല മുള്ള് വെച്ച് അട്ടിച്ച് അവനെയൊക്കെ തകർക്കണം, ഈ ദുഷ്ടന്മാരെ. ഈ
അത്രയ്ക്ക് സങ്കടവും വിഷമം. എന്താണ് ഈ ജനങ്ങളെ ഈ പൗലോസപ്പോസ്തലൻ ഗലാത്യ സഭയ്ക്ക് എഴുതിയിരിക്കുന്ന പോലെ ശുദ്ധം ചെയ്ത് ഈ അന്ധകാര ശക്തികളെ വെച്ച് ശുദ്ധം ചെയ്തതിനെല്ലാം ഈ വിശ്വാസികളെല്ലാം മയക്കി ഇട്ടിരിക്കേണ്ട പോലെ സാറേ. ഇതിനെയെല്ലാം വെട്ടത്ത് കൊണ്ടുവന്ന് എങ്ങനെങ്കിലുമൊക്കെ ഇതിനെയൊക്കെ അടിച്ചകത്ത് കയറ്റണം. ഇവന്മാർക്ക് തിന്നാൻ 10 തലമുറയ്ക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാരണം ഇതൊക്കെ എൻ്റെ കണ്ണിന് കണ്ട കാര്യങ്ങളാണ്. കാരണം ഞാൻ 1-ാം ക്ലാസ്സിൽ പോയപ്പോൾ കണ്ട കാര്യം. ഇപ്പം 23 വർഷം കഴിഞ്ഞ്. ഈ 23 വർഷം കൊണ്ട് ഇവന്മാർ ഈ കേരളത്തിലെല്ലാ രാജ്യങ്ങളും മുഴുവനും പോയി ഇങ്ങനെ ചാക്കിനകത്ത് കെട്ടിപ്പറക്കി അവനൊക്കെ ഇതൊക്കെ എവിടെ കൊണ്ട് വെച്ചിരിക്കുന്നത് ഇതൊക്കെ? എൻ്റെ പൊന്ന ബ്രദറെ, ഇതെല്ലാം കാണുന്നുണ്ട്, കണ്ട് ചിരിക്കുകയാണ്. ഇതെല്ലാം കണ്ട ഒരു കല്ല് കൊടുത്ത 5000 രൂപ മേടിക്കുന്നത് 2 യൗവനക്കാർ, ഒരു ഭാര്യയും ഭർത്താവും യൗവനക്കാർ ചെന്ന് നല്ല വിദ്യാഭ്യാസം ഉള്ളവരായിരിക്കുമല്ലോ, കല്ലൊക്കെ വാങ്ങിക്കുന്നുണ്ട്. ഒരു കല്ലിന് 5000 രൂപയെന്ന്. അത് മക്തലക്കാരി മറിയെ അതിനകത്ത് വെച്ചിരിക്കുന്നു. ആ പുള്ളിക്കാരത്തിയുടെ ഭവനത്ത് ഈ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന വേശ്യ സ്ത്രീയുടെ ഭൂതബന്ധനം, ദുർഭൂതങ്ങളുടെ അവിടുന്ന് കർത്താവായ യേശു ക്രിസ്തു അവരെ വിടുവിച്ചില്ല ഭവനത്തിൽ നിന്ന്, ആ മക്തലക്കാരി മറിയുടെ മകളെ. ഇത് ഇന്നലെ ആ സ്ത്രീയെ എടുത്ത് വെച്ചോണ്ട് ഈ അച്ഛനെ കുപ്പായ തൊഴിലാളി പാതിര പാപ്പ് കല്ല് പറക്കി വെച്ച് കാശ് പറ്റിക്കുന്നു. ഇവന്മാർക്കൊക്കെ ഒരു ഇതുമില്ല, ലജ്ഞയില്ല, ഒരു നാണമില്ല. ഇത് ജനത്തെ ഇങ്ങനെ പറഞ്ഞു പറ്റിക്കാൻ. ഈ 2024 ഇതിനൊക്കെ ബോധം വന്നില്ല. എല്ലാം ഈ അന്ധകാര ശക്തി വെളിപ്പാട് പുസ്തകത്തിൽ, ഈ വിദ്യാഭ്യാസ വെളിപാട് പുസ്തകത്തിൽ 18-ലും 17-ലും 19-ലും പറയുന്നതിൽ അന്ധകാരത്തിൻ്റെ കീഴിൽ കിടക്കുക ഈ ജനങ്ങൾ മുഴുവനും. എന്തോ ഒരു പരിപാടിയാവും. ഞാനിവിടെ കാണാൻ അയാളെ കണ്ടെങ്കിൽ കല്ല് ഇറക്കി എറിഞ്ഞാൽ ഈ മണ്ടത്തരം വിളിച്ച് പറഞ്ഞ് ഈ പാവത്തങ്ങളെ വലച്ച് ഇവൻ്റെയൊക്കെ ആ പൈശാച കൂട്ടായ്മയുടെ തീക്കകത്ത് അവരെല്ലാം ഈ ശാത്താൻ്റെ ബന്ധനത്തിൽ കൊണ്ടിടാനല്ലേ തീച്ചൂളക്കകത്ത്. ഈ കൈ കിടന്ന കാശും പോയി. എൻ്റെ കർത്താവേ, ഇത് എന്തൊരു പരിപാടികളെ ഇവന്മാർ കാണിക്കുന്ന പണികൾ. ഇവനെയൊക്കെ അടിക്കാൻ ഈ ലോകത്തിൽ ആരും ഇല്ലേ? ഈ ലോകത്ത് ന്യായം നീതിയൊന്നും ഇല്ലേ എൻ്റെ പൊന്ന് ബ്രദറെ? ഇത് എന്തുവാ ഇവന്മാർ കാണിക്കുന്ന പണി? വെള്ളക്കല്ല് കൊടുത്തിട്ട് 5000 രൂപ മേടിക്കുന്നു. ഇവനൊക്കെ ലജ്ഞയില്ലേ? ഇവനൊക്കെ ഇരുമ്പ് കമ്പി തീച്ചൂളക്കകത്തിട്ട് പഴിപ്പിച്ച് ഇവൻ്റെയൊക്കെ മണ്ടയടിക്കണം. ഇവനെയൊക്കെ എന്തൊരു ഇതൊക്കെ കാണിക്കുന്നത്? ഇവനൊക്കെ വചനമായിട്ട് എന്തോ അറിയാം, ബൈബിളുമായിട്ട് എന്ത് ബന്ധമുണ്ട്? കർത്താവായിട്ടും സ്വർഗസ്വനായ പിതാവുമായിട്ട് എന്തൊരു ബന്ധമാണ് ഇവനൊക്കെ ഉള്ളത്? ഈ കാണിക്കുന്ന ഈ കോഷ്ടികളും ഈ കവാടങ്ങളും ജനങ്ങളെ വഞ്ചിച്ച്, കർത്താവേ, ഞാനത് കണ്ടിട്ട് ഞാനങ്ങ് ചിരിക്കാതിരിക്കാൻ പറ്റത്തില്ല ഈ കാണിക്കുന്ന പണികളൊക്കെ. വെളിപ്പാട് ഈ ബൈബിൾ ഇവർക്കൊക്കെ വായിച്ചുകൂടാ ഈ പോകുന്ന ഈ മൊണ്ണകൾക്ക്? ബ്രദർ പറയുന്ന ഈ മൊണ്ണ തന്നെ ഇതൊക്കെ. ആ പേരൊക്കെ ഇട്ടത് വളരെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് അതൊക്കെ ബുദ്ധി തന്നത്. സലോമൻ രാജാവിന് ജ്ഞാനം കൊടുത്തതുപോലെ ഈ ലോകത്തിലുള്ള ഈ അന്ധകാരത്തിൻ്റെ അടി കിടക്കുന്നതിനെല്ലാം വലിച്ചെടുക്കുക ബുദ്ധിയും ജ്ഞാനവും വിവേകവും കർത്താവ് സ്വർഗസ്വനായ പിതാവാ ബ്രദറും തന്നത്. എന്തായാലും അത്ഭുത അടയാളം നടക്കട്ടെ. എത്ര വർഷങ്ങളുണ്ട് ബ്രദർ പാടുപെട്ട് രാവകല് ജീവൻ വരെ പണയം വെച്ച് എന്തുമേ ഒരു ജോലിയില്ലാഞ്ഞിട്ടൊന്നും അല്ലല്ലോ, എന്തെല്ലാം കഷ്ടത അനുഭവിച്ച് ഈ വീഡിയോ എത്ര ഇടുന്നു. ഈ കേട്ടിട്ട് ഈ ഒരെണ്ണത്തിന് ഒരു മാനസാന്തരം ഇല്ലല്ലോ. എല്ലാം പിന്നെ ഈ പൈശാചിക കൂട്ടായ്മയിലേക്ക് പാഞ്ഞു പോകുന്നില്ല. ഈ പന്നി കർത്താവ് പന്നികളെ പന്നിയുടെ മേളിലേക്ക് ഭൂതങ്ങളെ അയച്ചതുപോലെ എല്ലാം കൂടെ ഭൂതമായി ബാധിച്ചതെല്ലാം കൂടെ ഈ പന്നിക്കൂട്ടത്തിലേക്ക് ചാടുക എൻ്റെ പൊന്നത് ബ്രദറെ. ഏകദിവസത്തിൻ്റെ ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ ഈ ജനങ്ങൾ ഈ പാതിര പാമ്പുകളും ഈ വചന കച്ചവടക്കാരന്മാരും കാണിക്കുന്നത് കാണുമ്പോൾ ചിരിക്കാതെ എന്താ പറയാന്? ഇവനൊക്കെ ഈ കർത്താവുമായിട്ട് എന്തോ ബന്ധം, ഈ സ്വർഗമായിട്ട് എന്താ ഇവർക്കൊക്കെ ബന്ധം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ? ക്രിസ്ത്യാനികളാണെന്നും പറഞ്ഞങ്ങ് നടക്കുമല്ലേ? എന്തോത്തിനാണ് ക്രിസ്തുവിനെ അനുഗമിക്കുന്നത്? ക്രിസ്തു ദൈവപുത്രൻ ഇതാണെന്ന് മാതൃ കാട്ടിയിട്ട് പോയത് ഇവന്മാർക്ക്. കർത്താവിനെ വിറ്റ് ദൈവവചനം വിറ്റ് കൊള്ളയടിച്ച് ഇവന്മാർ കോടീശ്വരന്മാരായി അവന്മാരും അവന്മാരുടെ തലമുറകളും ജീവിക്കാനും വേണ്ടി വാരിക്കൂട്ടി. ഈ മൊണ്ണകൾക്ക് ഇതൊന്നും വിശ്വാസമല്ല. ഇന്നലെ ആ കല്ല് ഒരു യൗവനക്കാരനായ ഒരു സഹോദരനും കൂടെ ചെന്ന് വാങ്ങിക്കുന്ന കണ്ടപ്പോൾ എൻ്റെ മനസ്സിനകത്ത് ഇത് തോന്നിയത്, ദൈവമേ, ഇതെന്തൊരു കാണിക്കുന്നത്? ഈ പാതിരായി അടിക്കാൻ ഈ ലോകത്തിൽ ആരും ഇല്ലയെന്ന് ഞാൻ ആലോചിക്കുന്നത്. ഇവനെയൊക്കെ കമ്പിയെല്ലാം വേറെ കൂടെ വെച്ച് അടിച്ച് തകർക്കണം ഈ കള്ള പാതിരികളെ. എൻ്റെ പേര് ജേക്കബ് പുത്തന്തറ വെൺമണി. ഈ സേവനം, ദൈവത്തിന് വേണ്ടിയുള്ള സേവനം വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഒരു കാര്യം പെട്ടെന്ന് ചോദിച്ചങ്ങ് നിർത്തിയേക്കാം. ഈ വെള്ളാരങ്കൽ എവിടാ വിൽപ്പന? ഇങ്ങോട്ടെങ്ങാനും ബ്രാഞ്ച് ഇട്ടാൽ എളുപ്പം കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയാ. റോഡുകളിലെല്ലാം മേടിച്ചുകൊണ്ടിരിക്കുക, എന്നിട്ട് ലാർജ് സ്കെയിൽ കച്ചവടം ഇങ്ങോട്ടും വരും.
ആ ആ ആ ഡിമാൻഡ് ഒത്തിരി കൂടി കഴിഞ്ഞാലേ ആ ആ ആ ശാഖകളുണ്ടാവും. ശാഖകളുണ്ടാകുന്നില്ല. അതുകൊണ്ട് ആദ്യമേ തോടുകളെല്ലാം മേടിച്ച് ആ തോട്ടിലുള്ള എല്ലാ കല്ലുകളും വാരണം. ഇതെല്ലാം പറഞ്ഞിട്ട് മുണ്ണകൾക്കൊന്നും മനസ്സിലാകാതെ വരുന്ന ഞാൻ ഓർക്കുന്നത്. യേശുക്രിസ്തുവിന് ഇപ്പം ജനിക്കാൻ പോകുന്നു, സ്നഗി മേടിച്ച് വെച്ചോണ്ടിരിക്കുക കൊടുക്കാൻ. ഇതിനെയൊക്കെ എന്താ ചെയ്യാനാ? ഇയാളെ കൈക്കീഴി പോയി താടിക്കീഴെ കുത്തിയിരുന്ന് കേൾക്കുകയും കാണുകയും ചെയ്യുന്നത് എന്തോ ഇവനെ കിട്ടുന്നൊരു പിടുത്തവും ഇല്ല. മുണ്ണകളാണ് ഇവന്മാരെ വളർത്തുന്നത്. വീട്ടിൽ യവന്മാര് വെഞ്ചരിക്കാനെന്നും പറഞ്ഞുകൊണ്ട് വരും. എന്തോ ഈ വെഞ്ചരിപ്പെന്ന് എനിക്ക് അതിന്റെ ആ വാക്കിന്റെ അർത്ഥവും അറിയാൻ വയ്യ, അതിന്റെ ഗുണവും അറിയാൻ വയ്യ. ഈ ഇവന്മാരെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നാണ് ഞാൻ ഓർക്കുന്നതെന്നാണ് ഞാനും വിചാരിക്കുന്നത്. വെഞ്ചരിക്കുക, പിന്നെ ചത്ത് കഴിയുമ്പോൾ ഇച്ചിരി വെള്ളം തെളിച്ചാൽ എന്തോ ആക്കും. ചത്ത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ജീവിപ്പിക്കുന്ന, അതായത് ഉയർക്കപ്പെടുന്നതായ ഒരു ശുശ്രൂഷയുണ്ട്. 41 16 അടിയന്തരത്തിനോ ഏതാണ്ട്, അതായത് എന്തോ അതിന് മന്ത്രായോ അങ്ങനെ ഏതാണ്ട് ഒരു പരിപാടിയുണ്ട്. അതുകൊണ്ട് യവന്മാര് കുറെയെല്ലാം പിരിഞ്ഞു പോയി. കുറെ കൂട്ടർക്ക് മനസ്സിലായി ഈ കാര്യം. നിങ്ങളെ എങ്ങനെ വാഴ്ത്തണമെന്നും സ്തുതിക്കണമെന്നും എനിക്ക് എൻ്റെ വാക്കുകൾ പോരാ. എനിക്കറിയാൻ വയ്യ എങ്ങനെ നിങ്ങളെ നിങ്ങൾക്ക് എങ്ങനെ പ്രോത്സാഹനം തരണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക. ഞാൻ സഭയൊക്കെ വിട്ടു ഈ കോട്ടയം രൂപതയിലെ ക്നാനായ കത്തോലിക്ക എന്നും പറഞ്ഞുകൊണ്ടൊരു ക്നാനായ കത്തോലിക്കായുണ്ട്. നിറകേന്ന് വന്നതാ. മേളിൽ നിന്ന് കെട്ടിയിറക്കിയതും ഭൂമി തൊടാത്തതും മാലിന്യപ്പെടാത്തതുമായ 72 വീട്ടുകാര് കൊടുങ്ങല്ലൂര് പായ്ക്കപ്പലയിൽ വന്നിറങ്ങിയവരാണെന്ന് അവർ അഭിമാനിക്കുന്നത്. ആ കൂട്ടത്തിലുള്ളതായിരുന്നു. ഞാനിപ്പം കുറെ വർഷങ്ങളായിട്ട് ആ കൂട്ടത്തിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുക. അപ്പൊ ഈ ഏതിനകത്ത് പോയാലും ഇതൊക്കെ തന്നെയാ ഇപ്പം കാണുന്നത്. പോകാതിരുന്നാലാ ഏറ്റവും കൂടിയ മനസമാധാനം. വീട്ടിലിരുന്ന് സർവശക്തനായ ദൈവമായ യേശുവെ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാമല്ലോ. അതുകൊണ്ട് അവർ നായർ വന്നാലും നമ്പൂരി വന്നാലും ഈഴവൻ വന്നാലും പുലയൻ വന്നാലും കത്തോലിക്കൻ വന്നാലും ഓർത്തഡോക്സ് വന്നാലും യാക്കോബ മർത്തോമ വന്നാലും അവരങ്ങോട്ട് എടുക്കത്തില്ല. ആര്? ക്നാനായ കത്തോലിക്ക. അങ്ങനെ ഒരു മാലിന്യപ്പെടാത്ത കൂട്ടരാണെന്ന് എന്തോ ഒരു കുബുദ്ധി അവരുടെ ഉള്ളിൽ കയറിയിരിക്കുക. എല്ലാം പിരിഞ്ഞുകൊണ്ടിരിക്കുക. റോമൻ കത്തോലിക്കായിലോട്ടും മറ്റതിനകത്തോട്ടും ഒക്കെ പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ അതാ ഏകദേശമൊക്കെ അവസാനിച്ചുകൊണ്ടിരിക്കുക. ഉഴവൂർ ഒരു പള്ളിയുണ്ട് കാലി കിടക്കുക. ഉഴവൂർ, കോട്ടയം ഉഴവൂർ എന്ന് പറയും. എങ്കിലും ഇത്രയെങ്കിലും ചെയ്യുന്നത് കൊണ്ട് കുറെ ആളുകൾക്കൊക്കെ തലയ്ക്കകത്ത് വെളിച്ചം കയറി. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.